റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. നമ്മൾ കൺട്രോൾ സ്ട്രക്ചേഴ്സ് പഠിക്കുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് കമ്പയർ വാല്യൂസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഓപ്പറേറ്റർ ആൻഡ് ഗീവ് എ ബൂളിയൻ വാല്യൂ എയ്തർ ട്രൂ ഓർ ഫാൾസ് ആസ് ഔട്ട്പുട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റിലേഷണൽ ഓപ്പറേറ്റർ നമ്മൾ ഏത് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്, ആ ഓപ്പറേറ്റർ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ രണ്ട് സൈഡിലുള്ള വാല്യൂസിനെ കമ്പയർ ചെയ്യും. എന്നിട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന അർത്ഥത്തിൽ നമുക്ക് ട്രൂ എന്നൊരു ഔട്ട്പുട്ട് വരും, അല്ലെങ്കിൽ ഫാൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഔട്ട്പുട്ട് വരും. അപ്പോൾ നമുക്ക് ഓരോ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ഓപ്പറേറ്ററാണ് ഡബിൾ ഈക്വൽ ടു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഈക്വൽ സിമ്പിൾ ഇട്ടിട്ടുള്ളത്. ഇതെന്താ ചെയ്യുക? കമ്പയർസ് ടു വാല്യൂസ് ആൻഡ് റിട്ടേൺസ് ട്രൂ ഇഫ് ദേ ആർ ഈക്വൽ. അപ്പോൾ ഡബിൾ ഈക്വൽ ഓപ്പറേറ്ററിൻ്റെ രണ്ട് സൈഡിലുള്ള വാല്യൂസിനെ പരസ്പരം താരതമ്യം ചെയ്തിട്ട് അത് രണ്ടും ഈക്വൽ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് ട്രൂ എന്ന് ഔട്ട്പുട്ട് വരും. അതല്ല അവർ ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് ഫാൾസ് എന്നൊരു ഔട്ട്പുട്ട് വരും. നമുക്ക് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ ടൈപ്പ് ചെയ്യാണ്. 10 ഡബിൾ ഈക്വൽ ടു 2. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ? 10 രണ്ടിന് ഈക്വൽ ആണോ? ഈ ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അത് ചെക്ക് ചെയ്യാണ് അത് ഈക്വൽ ആണോ എന്ന്. അപ്പം ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് ഫാൾസ് എന്നുള്ള ഔട്ട്പുട്ടാണ് തരേണ്ടത്. നമുക്ക് നോക്കാം. കണ്ടോ, ഫാൾസ് എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് 5 ഡബിൾ ഈക്വൽ ടു 5. ഇത് ശരിക്കും ട്രൂ എന്നുള്ള ഔട്ട്പുട്ട് തരണം. കാരണം രണ്ട് സൈഡിലുള്ള വാല്യൂസ് സെയിം ആണ്. നോക്കാം, ട്രൂ എന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരൊറ്റ ഈക്വൽ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അത് അസൈൻ ചെയ്യുക. നമ്മൾ ഓരോ വേരിയബിളിലോട്ട് ഓരോ വാല്യൂസ് അസൈൻ ചെയ്യാറുണ്ട്. എന്നാൽ രണ്ട് ഈക്വൽ സിമ്പിൾ ഉണ്ടെങ്കിൽ അതൊരു റിലേഷണൽ ഓപ്പറേറ്ററാണ്. അത് അതിൻ്റെ രണ്ട് സൈഡിലുള്ള വാല്യൂസിനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ട്രൂ ഓർ ഫാൾസ് ഔട്ട്പുട്ട് തരികയാണ് ചെയ്യുക. എന്നാൽ രണ്ടാമത്തെ റിലേഷണൽ ഓപ്പറേറ്ററാണ് നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ. അതായത് ഒരു ഈക്വൽ സിമ്പിളിന് മുമ്പിൽ ഈ ഒരു ആശ്ചര്യചിഹ്നം ഇല്ലേ, ആ സാധനം, അത് ഡബിൾ ഈക്വൽ ടു ഓപ്പറേറ്ററിൻ്റെ ഓപ്പോസിറ്റാണ്. ഡബിൾ ഈക്വൽ ടു ഓപ്പറേറ്റർ എന്താ ചെയ്യുക? രണ്ട് സൈഡിലെ വാല്യൂസ് സെയിം ആണോ നോക്കും. ഇവിടെയാണെങ്കിൽ രണ്ട് സൈഡിലെ വാല്യൂസ് സെയിം അല്ലല്ലോ എന്നാണ് നോക്കുന്നത്, ഈക്വൽ അല്ലല്ലോ എന്നാണ് നോക്കുന്നത്. ചെക്ക് ഇഫ് ടു വാല്യൂസ് ആർ നോട്ട് ഈക്വൽ ആൻഡ് റിട്ടേൺസ് ട്രൂ ഇഫ് ദേ ആർ ഡിഫറെൻറ്റ്. രണ്ട് സൈഡിലും വാല്യൂസ് ഡിഫറെൻ്റ് ആണെങ്കിൽ ട്രൂ എന്ന് തരും, രണ്ട് സൈഡിലും വാല്യൂസ് സെയിം ആണെങ്കിൽ നമുക്ക് ഫാൾസ് എന്ന് തരും. എക്സാമ്പിൾ വെച്ച് നോക്കാം. 10 നോട്ട് ഈക്വൽ ടു 2. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ? 10 നോട്ട് ഈക്വൽ ടു 2. 10ഉം 2ഉം സെയിം അല്ലാന്ന്. രണ്ട് സൈഡിലെ വാല്യൂസ് കമ്പയർ ചെയ്തുകൊണ്ട് അത് സെയിം അല്ലാത്തതുകൊണ്ട് നമുക്ക് ട്രൂ എന്ന് തരും. ട്രൂ. ഇനി ഞാൻ പറയാണ് 5 നോട്ട് ഈക്വൽ ടു 5. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? 5ഉം 5ഉം സെയിം അല്ലേ? അപ്പോൾ ഇത് എനിക്ക് ഫാൾസ് എന്നുള്ളൊരു ഔട്ട്പുട്ട് തരും. കണ്ടില്ലേ? എന്നാൽ മൂന്നാമത്തെ റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്ററാണ്. ഇതെന്താ ചെക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യത്തെ വാല്യൂ രണ്ടാമത്തെ വാല്യൂവിനേക്കാൾ വലുതാണോ എന്നാണ്. 10 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞാൽ 10 5നേക്കാളും വലുതാണ്. ശരിയാണ്, അതുകൊണ്ട് ട്രൂ എന്ന് കിട്ടി. എന്നാലും ഞാൻ പറയാണ് 4 ഗ്രേറ്റർ ദാൻ 5 എന്ന്. 4 5നേക്കാൾ വലുതാണോ? അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഫാൾസ് എന്ന് കിട്ടണ്ടേ? ഫാൾസ് എന്ന് കിട്ടിയിട്ടുണ്ട്. നാലാമത്തെ റിലേഷണൽ ഓപ്പറേറ്ററാണ് ലെസ് ദാൻ ഓപ്പറേറ്റർ. അതെന്താ ചെയ്യുക? ആദ്യത്തെ വാല്യൂ രണ്ടാമത്തെ വാല്യൂവിനേക്കാൾ ചെറുതാണോ എന്ന്. അപ്പോൾ ഞാനിവിടെ 10 ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ 10 5നേക്കാളും ചെറുതാണെന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായതുകൊണ്ട് നമുക്ക് ഫാൾസ് എന്നല്ല കിട്ടുക, ഫാൾസ് എന്ന് കിട്ടി. ഇനി 4 5നേക്കാളും ചെറുതാണെന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്, അതുകൊണ്ട് ട്രൂ എന്ന് കിട്ടി. അഞ്ചാമത്തെ റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. അതായത് ആദ്യത്തെ വാല്യൂ രണ്ടാമത്തെ വാല്യൂവിനേക്കാൾ വലുതോ അതോ ഈക്വലോ ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ 10 5നേക്കാൾ വലുതോ അതോ 5ന് തുല്യമാണെന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, അതുകൊണ്ട് ട്രൂ എന്നുള്ള ഔട്ട്പുട്ട് കിട്ടി. ഞാൻ പറയാണ് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. 5 5നേക്കാൾ വലുതോ അതോ ഈക്വലോ ആണെന്ന്. ഇത് ഈക്വലാണ്, അതുകൊണ്ട് നമുക്ക് ട്രൂ തന്നെ കിട്ടണം. എന്നാൽ മറിച്ച് ഞാൻ പറയാണ് 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ, അപ്പോൾ അത് ഫാൾസ് എന്ന് കിട്ടും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആറാമത്തെ ഓപ്പറേറ്റർ. ആറാമത്തെ ഓപ്പറേറ്ററാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓപ്പറേറ്റർ. അത് ചെക്ക് ചെയ്യുക ആദ്യത്തെ വാല്യൂ രണ്ടാമത്തെ വാല്യൂവിനേക്കാൾ ചെറുതോ ഈക്വലോ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 10 5നേക്കാൾ ചെറുതോ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ, അപ്പോൾ നമുക്ക് ഫാൾസ് എന്ന് കിട്ടണം. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ 5 5നേക്കാൾ ചെറുതോ ഈക്വലാണ്, അതുകൊണ്ട് നമുക്ക് ട്രൂ എന്ന് തന്നെ കിട്ടും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 4 5നേക്കാൾ ചെറുതോ ഈക്വലോ ആണെന്ന്. ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് ട്രൂ എന്ന് കിട്ടും. ട്രൂ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിനി കൺട്രോൾ സ്ട്രക്ചേഴ്സിൽ ഓരോന്നായിട്ട് പഠിക്കാൻ തുടങ്ങാവുന്നതാണ്.